ചേലക്കരയ്ക്ക് എന്നും ചേലേക്ക് നിറം ഫാബ്. മനസ്സിനിണങ്ങിയ വസ്ത്രങ്ങൾ കൈനിറയെ സ്വന്തമാക്കാൻ വിലക്കുറവിന്റെ വർണ്ണ വിസ്മയത്തിനൊപ്പം ഡിസ്കൗണ്ട് ഓഫറുകളും ഞങ്ങൾ നൽകുന്നു. നിറം ഫാബിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന വസ്ത്രങ്ങൾ നിമിഷ നേരം കൊണ്ട് തന്നെ ഫ്രീ ആയി ഓൾട്ടറേഷൻ ചെയ്ത് നൽകുന്നു. നിറം ഫാബ്, മേപ്പാടം, ചേലക്കര. ദേശമംഗലത്തെ CPM-ഉം ചില മാധ്യമങ്ങളും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിക്കെതിരെ വ്യാജ വാർത്തകൾ സൃഷ്ടിക്കുന്നതായി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ആരോപിച്ചു. സോഷ്യൽ മീഡിയയിലൂടെയും മറ്റും ഇത്തരം പ്രചരണങ്ങൾ നടത്തുന്നവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും കോൺഗ്രസ് വ്യക്തമാക്കി. വയനാട് ദുരിതാശ്വാസ ഫണ്ട് നൽകാത്ത മണ്ഡലം കമ്മിറ്റികളെ DCC സസ്പെൻഡ് ചെയ്തിരുന്നു. എന്നാൽ ഇതിന്റെ പേരിൽ ഒരു തരത്തിലുള്ള പണപ്പിരിവ് നടത്തിയിട്ടില്ലെന്നും യൂത്ത് കോൺഗ്രസ് ബിരിയാണി ചലഞ്ചിലൂടെ തുക സമാഹരിച്ച നിയോജക മണ്ഡലം കമ്മിറ്റിയെ ഏൽപ്പിച്ചിട്ടുള്ളതാണെന്നും കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി വ്യക്തമാക്കി. സോഷ്യൽ മീഡിയയിലൂടെയും മറ്റും ഇത്തരം പ്രചരണങ്ങൾ നടത്തുന്നവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും കോൺഗ്രസ് നേതൃത്വം കൂട്ടിച്ചേർത്തു. വയനാട് ഫണ്ടുമായി ബന്ധപ്പെട്ട് ദേശമംഗലത്ത് ഇന്നലെ CPM വലിയൊരു സമരം തെറ്റായ രീതിയിലുള്ള സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ തെറ്റായ രീതിയിലെ വാർത്തകൾ നടത്തുകൊണ്ടായി. വയനാട് ഫണ്ടുമായി ബന്ധപ്പെട്ട് ജനുവരി ലാസ്റ്റാണ് KPCC ഈ ഫണ്ട് നൽകാൻ പറഞ്ഞത്. വയനാട് ഫണ്ട് ദേശമംഗലം മണ്ഡലം കമ്മിറ്റി പിരിച്ചിട്ടില്ല. അത് സാങ്കേതിക കാരണങ്ങളാൽ അത് കൊടുക്കാനും കഴിഞ്ഞിട്ടില്ല. ജനുവരി ലാസ്റ്റ് കൊടുക്കാത്തത് കൊണ്ട് ദേശമംഗലം പഞ്ചായത്തല്ല 10 പഞ്ചായത്ത് മണ്ഡലം കമ്മിറ്റികൾ സസ്പെൻഷൻ ചെയ്തിട്ടുണ്ട് DCC പ്രസിഡന്റ്. അതൊരിക്കലും വയനാട് ക്രമക്കേടിന്റെ ഭാഗമായി കൊണ്ടല്ല DCC പ്രസിഡന്റ് നടപടിയെടുത്തത്. ഈ ഫണ്ട് ജനുവരിയിൽ എത്തിക്കാത്ത കാരണങ്ങൾ മാത്രമാണ് അത് ചെയ്തത്. തെറ്റായ രീതിയിലുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിലൊക്കെ CPM, DYFI ഒക്കെ നടത്തുന്നുണ്ട്. എന്നാൽ ശക്തമായ സമരങ്ങളും വിശദീകരണവുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടാവും എന്നാണ് ഇതിനാൽ അറിയിക്കാനുള്ളത്. കോൺഗ്രസിൻ്റെ വയനാട് ഫണ്ടിനോട് അനുബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ദേശമംഗലത്ത് CPM നടത്തുന്ന കള്ളപ്രചരണങ്ങൾക്ക് ഒരു ജനാധിപത്യ പാർട്ടിയുടെ പൂർണ്ണമായ ആഭ്യന്തര കാര്യത്തിൽ എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കി രാഷ്ട്രീയം കളിക്കുന്ന CPM-ന്റെ നെറികെട്ട രാഷ്ട്രീയം, ആ നെറികെട്ട രാഷ്ട്രീയം ഈ പഞ്ചായത്തിലെ കോൺഗ്രസിനെ സ്നേഹിക്കുന്ന ജനാധിപത്യ വിശ്വാസികളും അതുപോലെ തന്നെ കോൺഗ്രസിനോട് താല്പര്യമുള്ള പൊതുജനങ്ങളുമൊക്കെ അത് തള്ളിക്കളയുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം വർഷങ്ങളായി ദേശമംഗലത്ത് പൊതുപ്രവർത്തന രംഗത്തുള്ള ഞങ്ങളെപ്പോലെയുള്ള ആളുകൾ ഇന്നുവരെ ഒരു അഴിമതിയുടെ പേര് കേൾപ്പിക്കുകയോ അഴിമതി നടത്തുകയോ ചെയ്തിട്ടില്ല. എന്നാൽ അപ്പുറത്ത് ഞങ്ങളെ അഴിമതിക്കാരാക്കി മാറ്റിക്കൊണ്ട് എന്തെങ്കിലും രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാം എന്ന് കരുതുന്ന CPM ഒരു കാര്യം മനസ്സിലാക്കണം. ഞങ്ങൾ തോണ്ടിയാൽ നിങ്ങളുടെ എല്ലാം തോണ്ടി ഞങ്ങൾ പുറത്തിടാൻ ശ്രമിച്ചാൽ നിങ്ങൾക്കൊരിക്കലും അത് താങ്ങാൻ കഴിയാത്ത രീതിയിലുള്ള പ്രവർത്തനമായി മുന്നോട്ട് പോകാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് സാധിക്കും എന്നാണ് ആമുഖമായി പറയാനുള്ളത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ടാണ് 100 വീട് പ്രഖ്യാപിച്ചത്. ആ 100 വീട് പ്രഖ്യാപിച്ചപ്പോൾ ഓരോ പഞ്ചായത്തിൽ നിന്നും വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് ഓരോ മണ്ഡലത്തിൽ നിന്നും KPCC ആഹ്വാനം ചെയ്ത ഫണ്ട് ദേശമംഗലത്ത് പിരിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. അതിനോടൊപ്പം തന്നെ ലീഡർ കരുണാകരൻ്റെ മന്ദിരം തിരുവനന്തപുരത്ത് കയറുമ്പോൾ അതിനാവശ്യമായ ഫണ്ട് ശേഖരിക്കാനും KPCC ആവശ്യപ്പെട്ടു. അത് കഴിഞ്ഞ ദിവസമാണ് മണ്ഡല കമ്മിറ്റി സമർപ്പിച്ചിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസ് വയനാടിന് വേണ്ടി ഫണ്ട് ശേഖരണം നടത്തി, ബിരിയാണി ചലഞ്ച് നടത്തി. അതിൽ കിട്ടിയ പൈസ യൂത്ത് കോൺഗ്രസും വയനാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി സംഭാവന ചെയ്തു. പാർട്ടി പറഞ്ഞ ആ കാര്യങ്ങളെല്ലാം ചെയ്തു.
പക്ഷെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയോട് കഴിഞ്ഞ ദിവസം ജനുവരിയിൽ വയനാട്ട് ഫണ്ടിലേക്ക് പിരിവ് നടത്താൻ വേണ്ടി പറഞ്ഞു. പാർട്ടി മൊത്തത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം കൊണ്ട് ദേശമംഗലത്ത് പിരിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും ദേശമംഗലത്ത് വയനാടിന്റെ പേരിൽ ഇതുവരെ ഒരു പൈസയും ദേശമംഗലത്ത് ജനങ്ങളോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഇന്ന് വരെ 5 പൈസ വാങ്ങിയിട്ടില്ല. എന്തായാലും പാർട്ടി പറഞ്ഞ ഉത്തരവാദിത്തപ്പെട്ട ഈ ഫണ്ട് എത്രയും പെട്ടെന്ന് സ്വരൂപിച്ച് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി അത് KPCCക്ക് കൈമാറാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്.